അറങ്കമതിരട്ട് വിസില് പറക്കവേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന അനിരുദ്ധ് കൂലി സിനിമ മൊത്തം ഇങ്ങനെ BGM-നകത്ത് കയറി എന്തൊക്കെയോ പറയുകയാണ്, BGM പറ്റ അടിയിലാണെന്നൊക്കെ കുറെ കമന്റുകളും കുറെ പേരുടെ അഭിപ്രായമൊക്കെ കണ്ടു. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത് ആ സിനിമയിൽ 60% അനിരുദ്ധിന്റെ മ്യൂസിക് തന്നെയാണ് അതൊരു വൺ ടൈം വാച്ചബിൾ മൂവി ആക്കാൻ വേണ്ടി സഹായിച്ചത്. ഉപേന്ദ്രന്റെ ഒക്കെ എൻട്രീനകത്ത് പുള്ളീന്റെ സ്വാഗിനെക്കാട്ടിലും മാസിനെക്കാട്ടിലും മേലെ നിൽക്കുന്ന അയാൾ ചെയ്തു വെച്ചേക്കുന്ന മ്യൂസിക് തന്നെയാണ്. ഒരു ട്രഡീഷണൽ ക്ലാസിക് ഐറ്റം മാസായിട്ട് ചെയ്തേക്കുന്ന ഒരു അടിപൊളി മ്യൂസിക്. അത് ഈ അടുത്തൊന്നും ഞാൻ ഒരു സിനിമയിൽ പോലും നമ്മൾ ജയിലറിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് മറ്റേ ആ വില്ലൻ, അതായത് വിനായകന്റെ കഥാപാത്രത്തിന് കൊടുത്തേക്കുന്ന ഒരു ടോൺ, അതിന്റെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് സംഭവം, അതായത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന പോലത്തെ അല്ലാത്ത ഒരു അടിപൊളി ക്ലാസിക്കൽ മ്യൂസിക് ആണ് ഉപേന്ദ്രന്റെ ഒക്കെ എൻട്രിയിൽ കൊടുത്തേക്കുന്നത്. രജനീകാന്തിന്റെ ഒക്കെ പാസ്റ്റ് കാണിക്കുന്ന സമയത്ത് കൊടുത്തേക്കുന്ന BGM അതേപോലെ തന്നെ അതിന്റെ പ്ലേസ്മെന്റ് ഒക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കി കുറെ കാര്യങ്ങളിൽ കുറെ അഭിപ്രായങ്ങളും ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ അനിരുദ്ധിന്റെ മ്യൂസിക്കിന്റെ കാര്യത്തിൽ ഈ സിനിമയിൽ ഒന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് ഇന്ത്യയിൽ ഇത്രയും നല്ല രീതിയിൽ തിയേറ്റർ എക്സ്പീരിയൻസ്, അതായത് ഒരു മാസ് പടത്തിന് തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മ്യൂസിക് ഡയറക്ടർ ഇയാളാണെന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. അത് പറയുമ്പോൾ തന്നെ ഈ മ്യൂസിക്കുകളെല്ലാം ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ കേൾക്കണം എന്ന് പോലും ഇല്ല. കാരണം അത് ആ തിയേറ്ററിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ പറയുന്നത്. ആ മ്യൂസിക് എത്ര കാലം കേട്ടുകൊണ്ടിരിക്കുന്നു, അതിന് എത്ര റിപ്പീറ്റ് വാല്യൂ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ കണ്ടിരിക്കുന്ന ഒരു 2.25 മണിക്കൂർ പുള്ളീന്റെ മ്യൂസിക് വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ടാണ് എമ്പുരാൻ ഫിലിം ഇറങ്ങിയ സമയത്ത് എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്, ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിന്റെ മ്യൂസിക്കിലാണ്. കാരണം മ്യൂസിക് കേൾക്കുമ്പോൾ ഒന്നുമില്ല, ഇവിടെ മ്യൂസിക് എവിടെയോ വെച്ച പോലെ അതിനൊരു ഇമ്പാക്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അനിരുദ്ധായിരുന്നേ കുറച്ചുകൂടിയും പൊളിച്ചേനെ, നൈസ് ആയേനെന്ന്. അത് തന്നെയാണ് അനിരുദ്ധിന്റെ മ്യൂസിക്കുകൾ ഇങ്ങനത്തെ ഒരു കൊമേഴ്ഷ്യൽ ഒരു മാസ് പടത്തിന് പുള്ളീന്റെ അത്രയും നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്ന ആരും ഇന്ത്യയിൽ ഇപ്പം നിലവിലില്ല എന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നി. ഈ സിനിമ തിയേറ്ററിൽ കാണുന്ന സമയത്ത് നല്ലൊരു എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ട് അനിരുദ്ധിന്റെ മ്യൂസിക് സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ വേറെ ഒന്നും നോക്കിയിട്ടില്ലെങ്കിൽ ഈ മ്യൂസിക് കേൾക്കാൻ വേണ്ടി തിയേറ്ററിൽ പോയാൽ പോലും നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ.